നമ്മളിത് പറയാൻ പോകുന്നത് കെ മീൻ ക്ലസ്റ്ററിങ്ങിനെ പറ്റിയാണ്. കെ മീൻ ക്ലസ്റ്ററിങ്ങിനെ പറ്റി പറയുമ്പോഴത്തേക്കും ഇതൊരു അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് അൽഗോരിതമാണ്. ക്ലസ്റ്ററിംഗ് പ്രോബ്ലംസ്, അതായത് മെഷീൻ ലേണിംഗിലോ ഡേറ്റാ സയൻസിലോ ഒക്കെയുള്ള ക്ലസ്റ്ററിംഗ് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് അൽഗോരിതമാണ് കെ മീൻ ക്ലസ്റ്ററിംഗ് അൽഗോരിതം എന്ന് പറയുന്നത്. ഇതൊരു സെൻട്രോയിഡ് ബേസിക് ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ്. അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് അൽഗോരിതം എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, ഇതിനകത്തുള്ള ഡേറ്റ എന്ന് പറയുന്നത് അൺലേബിൾഡ് ഡേറ്റ സെറ്റ് ആയിരിക്കും. അതിനെ നമ്മൾ ഡിഫറെന്റ് ക്ലസ്റ്റേഴ്സിലോട്ട് മാറ്റുകയാണ് ചെയ്യുന്നത്. ഇവിടെ കെ എന്ന് പറയുന്നത് ഡിഫൈൻ ചെയ്യുന്നത് നമ്പർ ഓഫ് പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ക്ലസ്റ്റേഴ്സിനെയാണ്. അതായത് നമുക്ക് ദാറ്റ് നീഡ് ടു ബി ക്രിയേറ്റഡ് ഇൻ ദ പ്രോസസ്. ഇപ്പോൾ K2 ആണെങ്കിൽ ദർ വിൽ ബി 2 ക്ലസ്റ്റർ, K3 ആണെങ്കിൽ ദർ വിൽ ബി 3 ക്ലസ്റ്റർ. അങ്ങനെയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ കെ മീൻ ക്ലസ്റ്ററിംഗ് ഈസ് ആൻ അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് അൽഗോരിതം ദാറ്റ് ഈസ് യൂസ്ഡ് ടു സോൾവ് ദ clustering problem in machine learning or data science. And k-mean clustering and supervised learning algorithm which group the unlabeled data set into different clusters. Here k define the number of predefined clusters that need to be created in the process. And it is an iterative algorithm that divides the unlabeled data set into k different clusters in such a way that each data set belongs to only one group that has similar properties. അതായത് ഇതൊരു iterative algorithm ആണ്. എന്തുകൊണ്ടാണ് iterative algorithm എന്ന് പറയുന്നത് ഞാൻ പറയാം. ഇതെന്ന് പറയുന്നത് അൺലേബിൾഡ് ഡേറ്റ സെറ്റിനെ കെ ഡിഫറെന്റ് ആയിട്ടുള്ള ക്ലസ്റ്റേഴ്സിലേക്ക് ഡിവൈഡ് ചെയ്യുന്നു. ഓരോ ഡേറ്റ സെറ്റും അതിന്റെ ബിലോങ്സ് ആയിട്ടുള്ള, അതായത് സിമിലർ പ്രോപ്പർട്ടീസ് ഉള്ള ഗ്രൂപ്പിലോട്ടാണ് നമ്മൾ ക്ലസ്റ്ററിങ് ചെയ്താക്കുന്നത്. അപ്പോൾ ഇറ്റ് അലോ അസ് ടു ക്ലസ്റ്റർ ദ ഡേറ്റ ഇൻ ടു ഡിഫറെന്റ് ഗ്രൂപ്സ് ആൻഡ് പ്രൊവൈഡ് എ കൺവീനിയന്റ് വേ ടു ഡിസ്കവർ ദ കാറ്റഗറി ഓർ ഗ്രൂപ്പ് ഇൻ ദ അൺലേബിൾഡ് ഡേറ്റ സെറ്റ് ഓൺ ഇറ്റ്സ് ഓൺ വിത്തൗട്ട് നീഡ് ഫോർ ട്രെയിനിങ്. നമുക്ക് പെട്ടെന്ന് ഗ്രൂപ്പിലോട്ട് മാറ്റാനും ഗ്രൂപ്പിൽ നിന്ന് നമുക്ക് ഫൈൻഡ് ചെയ്യാനും വളരെ എളുപ്പമാണ്. ഇറ്റ് ഈസ് എ സെൻട്രോയിഡ് ബേസ്ഡ് അൽഗോരിതം വേർ ഈച്ച് ക്ലസ്റ്റർ ഈസ് അസോസിയേറ്റ് വിത്ത് സെൻട്രോയിഡ്. ഇതൊരു സെൻട്രോയിഡ് ബേസ്ഡ് അൽഗോരിതം ആയതുകൊണ്ട് തന്നെ ഈച്ച് ക്ലസ്റ്റർ എന്തില ഉണ്ടാകും, സെൻട്രോയിഡ് ബേസ് ചെയ്തിട്ട് ഉണ്ടായിരിക്കും. ഓരോ ക്ലസ്റ്ററിനും സെൻട്രോയിഡ് ഉണ്ടായിരിക്കും. ദ മെയിൻ എയിം ഓഫ് ദിസ് അൽഗോരിതം എന്ന് പറയുന്നത് നമ്മുടെ ഡിസ്റ്റൻസ് മിനിമൈസ് ചെയ്യുക എന്നുള്ളതാണ്. സം ഓഫ് ഡിസ്റ്റൻസ്, അതായത് ഡേറ്റ പോയിന്റും അതിന്റെ കറസ്പോണ്ടിങ് ക്ലസ്റ്ററുമായിട്ടുള്ള ഡിസ്റ്റൻസ് മിനിമൈസ് ചെയ്തിട്ട് ആ ഒരു ക്ലസ്റ്ററിന്റെ അടുത്ത് വരുന്ന ഡേറ്റ പോയിന്റ്സിനെ എല്ലാം നമ്മൾ ഒരു ക്ലസ്റ്റർ ആയിട്ട് നമ്മൾ അതിനെ മാറ്റും. അപ്പൊ ഈ നമ്മളിപ്പോ ആക്ച്വലി ഇവിടെ ചെയ്യുന്ന പ്രോസസ് എന്ന് പറയുന്നത് അൺലേബിൾഡ് ഡേറ്റയെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നു കെ നമ്പർ ഓഫ് ക്ലസ്റ്റേഴ്സ് ആയിട്ട്. എന്നിട്ട് ഒരു ബെസ്റ്റ് ക്ലസ്റ്ററിംഗ് മെത്തേഡ് കിട്ടുന്നത് വരെ ഈ ഒരു പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യും. അതുകൊണ്ടാണ് ഇതിനൊരു ഇറ്ററേറ്റീവ് അൽഗോരിതം എന്ന് പറയുന്നത്. ഈ ബെസ്റ്റ് പ്രോസസ്സ് എപ്പോഴാണ് കിട്ടുന്നതെന്ന് പറയുന്നത് പ്രീവിയസ് ആയിട്ടുള്ള ക്ലസ്റ്റർ. ഇപ്പോൾ അത് പല പല ഐട്രേഷൻസ് ഉണ്ട്. ഫസ്റ്റ് ഐട്രേഷൻ ചെയ്തു, അതേ ഐട്രേഷൻ ക്ലസ്റ്റർ തന്നെയാണ് സെക്കൻഡ് ഐട്രേഷനിലും കിട്ടുന്നതെന്നുണ്ടെങ്കിൽ നമുക്കതിനെ എന്ത് ചെയ്യാൻ പറ്റും, ബെസ്റ്റ് ക്ലസ്റ്റർ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ദ വാല്യൂ ഓഫ് കെ ഷുഡ് ബി പ്രീ ഡിറ്റർമിൻ ഇൻ ദ അൽഗോരിതം ആണ്. അപ്പോൾ ദ മെയിൻ എയിം ഓഫ് ദിസ് അൽഗോരിതം ഈസ് ടു മിനിമൈസ് ദ സം ഓഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഡേറ്റ പോയിന്റ് ആൻഡ് their corresponding cluster. The algorithm take the unlabeled data set as input, divide the data set into k numbers of cluster and repeat the process until it find the best cluster. The value of k should be predetermined in this algorithm. ഓക്കെ, നെക്സ്റ്റ് നമുക്കിപ്പോൾ അൽഗോരിതം കെ മീൻ അൽഗോരിതത്തിനകത്ത് കെ ഇൻപുട്ട് ഡി ഇൻപുട്ട് ഉണ്ട്. കെ എന്ന് പറയുന്ന ക്ലസ്റ്ററും ഡി എന്ന് പറയുന്നത് ഡേറ്റ സെറ്റും ആണ്. അതിനകത്ത് n നമ്പർ ഓഫ് ഒബ്ജക്റ്റുകളും ഉണ്ടായിരിക്കും. ഇതിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഈ ഡേറ്റ സെറ്റ് ഓഫ് കെ ക്ലസ്റ്റേഴ്സ് ആണ്. അപ്പൊ ഈ അൽഗോരിതം നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് നമുക്ക് കെയിനെ നമ്മൾ സെറ്റ് ചെയ്യണം. സെലക്ട് എ കെ വാല്യൂ എന്ന് വെച്ചാൽ ക്ലസ്റ്റർ എത്ര നമ്പർ ഓഫ് ക്ലസ്റ്റർ വേണം എന്നുള്ളത് നമ്മൾ ഡിസൈഡ് ചെയ്യുക. ഒരു റാൻഡം പോയിന്റ് കെ സെലക്ട് ചെയ്യുക. അതുപോലെ സെൻട്രോയിഡ് സെലക്ട് ചെയ്യുക. സെൻട്രോയിഡോ കെ പോയിന്റ് സെലക്ട് ചെയ്യുക. അത് നമ്മുടെ ഇൻപുട്ട് ഡേറ്റ സെറ്റിൽ നിന്ന് തന്നെ ഇറ്റ് ക്യാൻ ബി അതർ ഫ്രം ദ ഇൻപുട്ട് ഡേറ്റ സെറ്റ്. ദെൻ assign each data point to their closer centroid, which will from the predefined k cluster. Then calculate the mean and place a new centroid for each cluster. Repeat the third step, which means reassign each data point a new the processor ആയിട്ടുള്ള centroid of the each cluster. If any reassignment occurs, go to step 4, else go to finish. The model is ready. അതായത് വേറൊന്നും അല്ലാടാ, നമ്മൾ ജസ്റ്റ് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ കെ എടുക്കുക, സെൻട്രോയിഡ് സെറ്റ് ചെയ്യുക, സെൻട്രോയിഡിൽ നിന്ന് ഓരോ ഡേറ്റ പോയിന്റിലോട്ടുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക. ഡിസ്റ്റൻസിൽ കണ്ടുപിടിക്കുമ്പോൾ ഇപ്പൊ രണ്ട് C1 C2 എന്ന് പറഞ്ഞിട്ട് രണ്ട് ക്ലസ്റ്റേഴ്സ് ആണുള്ളതെന്നുണ്ടെങ്കിൽ C1
C2 എന്ന് പറഞ്ഞിട്ട് രണ്ട് ക്ലസ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ ഇപ്പം എനിക്ക് ഡേറ്റ പോയിന്റുകൾ 1, 2, 3 ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ C1 നിന്ന് 1 ഡിസ്റ്റൻസ്, C2 ഡിസ്റ്റൻസ്, ഇതിൽ ഏതാണോ മിനിമം, C1 മിനിമം ഡിസ്റ്റൻസ് എന്നുണ്ടെങ്കിൽ 1നെ C1 കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യുക. അടുത്ത് C1 നിന്ന് 2 C2 നിന്ന് 2 ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക. ഏതാണോ മിനിമം, ഇപ്പൊ 2 മിനിമം എങ്കിൽ 2 ഏതിനകത്ത് കൊണ്ടുവയ്ക്കുക, 2 കൊണ്ടുവയ്ക്കുക. 1 മിനിമം എങ്കിൽ 1. C1 ക്ലസ്റ്റർ C2 ക്ലസ്റ്റർ 3 ലെങ്ത് കണ്ടുപിടിക്കുക. C1 മിനിമം ഡിസ്റ്റൻസ് എന്നുണ്ടെങ്കിൽ 3 ഏതിലോട്ട് വയ്ക്കുക, C1 വയ്ക്കുക. അപ്പൊ ഫസ്റ്റ് ഐട്രേഷൻ അതാണ്. അതിനുശേഷം നെക്സ്റ്റ് ഐട്രേഷൻ പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ക്ലസ്റ്റർ, ഇപ്പോൾ C1 ഉള്ള ക്ലസ്റ്റേഴ്സ് അറിയാമല്ലോ. C1 ക്ലസ്റ്റേഴ്സ് എന്ന് പറയുന്നത് 1ഉം 3ഉം ആണ്. C2 ക്ലസ്റ്റർ എന്ന് പറയുന്നത് 2 ആണ്. അപ്പൊ അതിന്റെ എന്ത് കണ്ടുപിടിക്കുക, മീൻ നമ്മൾ കണ്ടുപിടിക്കുക. അതായത് C1 ക്ലസ്റ്റേഴ്സുകളുടെ ഡേറ്റ പോയിന്റിന്റെ മീനും C2 ക്ലസ്റ്ററിന്റെ ഡേറ്റ പോയിന്റ് മീനും കണ്ടുപിടിക്കുക. എന്നിട്ട് ആ മീനെ സെൻട്രോയിഡായിട്ട് C1നും C2നും സെറ്റ് ചെയ്യുക. എന്നിട്ട് അടുത്ത ഐട്രേഷൻ പെർഫോം ചെയ്യുക. ഓക്കെ, ഇത് അതിന്റെ ഒരു ഗ്രാഫാണ്. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്പർ ഓഫ് K ക്ലസ്റ്റേഴ്സ് ഉണ്ട്. സെൻട്രോയിഡ് സെറ്റ് ചെയ്തു. ഡിസ്റ്റൻസ്, അതായത് ഒബ്ജക്റ്റിൽ നിന്ന് ഡിസ്റ്റൻസ്, സെൻട്രോയിഡിലോട്ടുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചു. ക്ലസ്റ്റർ ഉണ്ടാക്കി. മിനിമം ഡിസ്റ്റൻസ് നോക്കിയിട്ട് ഡേറ്റ മൂവ്മെന്റ് ഉണ്ടോ എന്ന് നോക്കും. ഫസ്റ്റ് ഐട്രേഷൻ കഴിഞ്ഞിട്ട് സെക്കൻഡ് ഐട്രേഷൻ ഒന്നുകൂടെ ചെയ്യണം. അപ്പൊ സെക്കൻഡ് ഐട്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സെൻട്രോയിഡ് വീണ്ടും സെറ്റ് ചെയ്യും. ഡിസ്റ്റൻസ് കണ്ടുപിടിക്കും. ക്ലസ്റ്റർ ചെയ്യും. മിനിമം ഡിസ്റ്റൻസ് നോക്കിയിട്ട്. എന്നിട്ട് പ്രീവിയസ് ആയിട്ടുള്ള ഐട്രേഷനിലെ ക്ലസ്റ്ററും ഇപ്പോഴുള്ള ഐട്രേഷനിലെ ക്ലസ്റ്ററും നോക്കും. ഡേറ്റ ഒബ്ജക്റ്റുകൾ തമ്മിൽ മൂവ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഗ്രൂപ്പിൽ മൂവ്മെന്റ് ഉണ്ടെങ്കിൽ വീണ്ടും സെൻട്രോയിഡ് കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ നമുക്ക് ഇതിലോട്ട് വരാം. അപ്പൊ ഇതിന് കുറച്ച് അഡ്വാൻറ്റേജസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒന്നാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് സിമ്പിൾ ആൻഡ് ഈസി ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഈസി ടു ഇംപ്ലിമെന്റ് ആണ്. ഇറ്റ് ഈസ് ഓൾസോ എഫിഷ്യന്റ് ഇൻ വിച്ച് ദ ടൈം ടേക്കൺ ടു ക്ലസ്റ്റർ K mean rises linearly with the number of data points ആണ്. നോ അതർ ക്ലസ്റ്ററിംഗ് അൽഗോരിതം പെർഫോം ബെറ്റർ ദാൻ K mean ഇൻ ജനറൽ എന്ന് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ ഡിസഡ്വാൻറ്റേജും ഉണ്ട്. ദ യൂസർ നീഡ് ടു സ്പെസിഫൈ ആൻ ഇനിഷ്യൽ വാല്യൂ ഓഫ് K ആണ്. ദ പ്രോസസ് ഓഫ് ഫൈൻഡിങ് ദ ക്ലസ്റ്റർ മേ നോട്ട് കൺവെർജ് ആണ്. നോട്ട് സൂട്ടബിൾ ഫോർ ഡിസ്കവറിംഗ് ഓൾ ടൈപ്പ് ഓഫ് ക്ലസ്റ്ററിംഗ് എന്ന് നമുക്ക് പറയാം. ഇനി നമുക്കൊരു എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. അപ്പൊ ഇതാണ് ഒരു എക്സാമ്പിൾ. ഈ ക്വസ്റ്റ്യനകത്ത് ക്ലസ്റ്ററിംഗ് സെന്റേഴ്സ്, അതായത് സെൻട്രോയിഡ്സ് ഓൾറെഡി പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ളതും ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള രണ്ട് സെൻട്രോയിഡ് വാല്യൂസ് എടുക്കാം. ഇപ്പൊ ഇവിടെ രണ്ട് സെൻട്രോയിഡ് ഉള്ളത് കൊണ്ട് തന്നെ ഇവിടുത്തെ K എന്ന് പറയുന്നത് 2 ആണ്. ഇപ്പൊ നിങ്ങൾക്ക് ക്വസ്റ്റ്യന് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ K 3, 4, 5 എത്ര വേണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത് സെലക്ട് ചെയ്യാം. എത്ര ക്ലസ്റ്ററിംഗ് വേണോ അത്രയും ക്ലസ്റ്റർ ആയിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. സെൻട്രോയിഡും നിങ്ങൾക്ക് ഇതിനകത്തുള്ള രണ്ട് പോയിന്റ്സുകൾ തന്നെ എടുത്ത് ചെയ്യാന്നുള്ളതാണ്. ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ളതിനെ C1 എന്നും ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ളതിനെ C2 എന്നും, അങ്ങനെ. അതായത് ഇപ്പൊ 3 പോയിന്റ്സ് ഉണ്ടെങ്കിൽ C1, C2, 3 ആ ഒരു റേഞ്ചിൽ എടുക്കുക. ഹയസ്റ്റ് C3, ലോവസ്റ്റ് C1, മിഡിൽ വരുന്നത് C2 ആയിട്ട് എടുക്കുക. അപ്പൊ നിങ്ങൾ ഇഷ്ടമാണ്. അപ്പൊ ഇവിടെ പോയിന്റ്സ് തന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇത് വെച്ചിട്ടാണ് പെർഫോം ചെയ്യാൻ പോകുന്നത്. ഇവിടെ 2 ഐട്രേഷൻ ചെയ്യാൻ അവർ തന്നെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ പറയത്തില്ല. ഫസ്റ്റ് ഐട്രേഷൻ കഴിഞ്ഞിട്ട് നമ്മൾ സെക്കൻഡ് ഐട്രേഷൻ എന്തായാലും ചെയ്ത് നോക്കേണ്ട ആവശ്യമുണ്ട്. അപ്പൊ ഇതാണ് ഫസ്റ്റ് അൽഗോരിതം ഒന്ന് ജസ്റ്റ് പറയുന്നതാണ്. K പോയിന്റ്സ് ഇനിഷ്യൽ സെൻട്രോയിഡ് ആണ്. K ക്ലസ്റ്റർ ഈച്ച് പോയിന്റ് ക്ലോസ് ആയിട്ടുള്ള സെൻട്രോയിഡ് കണ്ടുപിടിക്കണം. റീകമ്പ്യൂട്ട് ചെയ്യണം സെൻട്രോയിഡ് ക്ലസ്റ്ററിന്റെ അണ്ടിൽ ഡു നോട്ട് ചേഞ്ച് ആകുന്നത് വരെ. അപ്പൊ ഫസ്റ്റ് ഞാൻ എന്ത് ചെയ്യുക, K2 ആയിട്ട് എടുത്തു. സെൻട്രോയിഡ് 2 ഉള്ളതുകൊണ്ട് K2 ആയിട്ട് എടുത്തു. ക്ലസ്റ്റർ 1 സെൻട്രോയിഡ് 1നെ ഞാൻ ക്ലസ്റ്റർ 1 എന്നും സെൻട്രോയിഡ് 2 ക്ലസ്റ്റർ 2 സെൻട്രോയിഡിനെ ഈ വാല്യൂ സെറ്റ് ചെയ്തു. എന്നിട്ട് ഞാൻ യൂക്ലിഡിയൻ ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കുകയാണ്, ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുകയാണ്. √(x²(x2 - x1) the whole square plus y2 - y1 the whole square വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുവാണ്, ഡിസ്റ്റൻസ് ഫോർമുല കണ്ടുപിടിക്കുകയാണ്. അറിയാലോ, √(x2) എന്താണ്, x2 - x1 the whole square plus y2 - y1 the whole square.
ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് സെൻട്രോയിഡിൽ നിന്നും ക്ലസ്റ്റർ 1ൽ നിന്നും ആദ്യത്തെ പോയിന്റിലോട്ടുള്ള R1 ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിച്ചത്. അടുത്ത് C2 നിന്ന് അടുത്ത R1 ഡിസ്റ്റൻസ്, അതായത് എത്ര ക്ലോസ് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഏറ്റവും മിനിമം വാല്യൂ ഉള്ളത് ഫസ്റ്റ് ഡിസ്റ്റൻസിലാണ്. അപ്പൊ ആ ഫസ്റ്റ് ക്ലസ്റ്ററിന്റെ ഡിസ്റ്റൻസിലാണ് ഏറ്റവും മിനിമം വാല്യൂ ഉള്ളത്. സോ അതിനെ ഞാൻ ക്ലസ്റ്റർ 1 ആയിട്ട് അസൈൻ ചെയ്തു. അടുത്ത അതുപോലെ ക്ലസ്റ്റർ എന്താണ് 2, ക്ലസ്റ്റർ 1നെ റെക്കോർഡ് നമ്പർ 2ലോട്ട് ഞാൻ ക്ലോസ് ആണോ നോക്കാൻ വേണ്ടി ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചു. അതുപോലെ ക്ലസ്റ്റർ 2നെ R2ലോട്ട് ഡിസ്റ്റൻസ് കണ്ടുപിടിച്ചു. അപ്പോഴും R1 ആണ് C1 ആണ് ചെറുതായിട്ടുള്ള മിനിമം ഡിസ്റ്റൻസ്. സോ അത് ക്ലസ്റ്റർ 1ലോട്ടാക്കി. അടുത്ത് വരുമ്പോഴത്തേക്കും സെയിം ഡിസ്റ്റൻസ് ആണ് കിട്ടിയത്. അപ്പോൾ സെയിം ഡിസ്റ്റൻസ് കിട്ടുമ്പോഴത്തേക്കും എപ്പോഴും നമുക്ക് ലോവർ വാല്യൂ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാറുള്ളത്. സോ C1ലോട്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു, ക്ലസ്റ്റർ ചെയ്തു വെച്ചു. അടുത്ത് C1ൽ നിന്ന് R4ലോട്ടുള്ള വാല്യൂ എടുത്തു. C2ൽ നിന്ന് R4ലോട്ടുള്ള വാല്യൂ എടുക്കുമ്പോഴത്തേക്കും C2 ആണ് ചെറുത്. സോ അത് ക്ലസ്റ്റർ 2 ആക്കി. അങ്ങനെ നമ്മൾ എല്ലാ ക്ലസ്റ്റേഴ്സും ആക്കുവാണ്. അതായത് C1ൽ നിന്ന് R5ലോട്ട് നോക്കും, C2ൽ നിന്ന് R5ലോട്ട് നോക്കും. അപ്പൊ C2 ആണ് ഏറ്റവും മിനിമം വാല്യൂ ഡിസ്റ്റൻസ് കുറവ്. അപ്പൊ അത് ക്ലസ്റ്റർ 2ലോട്ടാക്കി. അടുത്ത് വീണ്ടും C1ൽ നിന്ന് R6ലോട്ട് നോക്കി, C2ൽ നിന്ന് R6ലോട്ട് നോക്കി. അപ്പോഴും C2ലാണ് ഡിസ്റ്റൻസ് വളരെ കുറവായിട്ടുള്ളത്. അതുകൊണ്ട് അതിനടുത്തുള്ള ക്ലസ്റ്റർ 2ലോട്ടാക്കി R6 എന്ന് പറയുന്ന വാല്യൂവിനെ. അടുത്ത് R7 ലാസ്റ്റത്തെ വാല്യൂ, R7ലോട്ടുള്ള ഡിസ്റ്റൻസും C1ൽ നിന്നും C2ലോട്ട് നോക്കുമ്പോൾ C2 ആണ് കുറവ്. അത് ക്ലസ്റ്റർ 2ലോട്ട് ഞാൻ മാറ്റി. അപ്പോൾ ക്ലസ്റ്റർ 1ൽ 3യും ക്ലസ്റ്റർ 2ൽ 3യും ആയിട്ട് നമുക്ക് കിട്ടി. ഇനി നമ്മൾ നോക്കുമ്പോഴത്തേക്കും നമുക്കിപ്പോൾ ഇവിടെ രണ്ട് ക്ലസ്റ്റേഴ്സിലും കൂടെ 3 വാല്യൂസ് ആണ് കിട്ടിയിരിക്കുന്നത്. അതായത് R1, R2, R3 ഫസ്റ്റ് ക്ലസ്റ്ററിലും R4, R5, R6, R7 എന്ന് പറയുന്ന 4 എണ്ണം, 4 വാല്യൂസ് എന്താണ് ക്ലസ്റ്റർ 2ലുമാണ് കിട്ടിയത്. അപ്പൊ നമ്മൾ വീണ്ടും ഐട്രേഷൻ ചെയ്യണം. ഐട്രേഷൻ ചെയ്യാൻ വേണ്ടി പുതിയ സെൻട്രോയിഡ് അപ്ഡേറ്റ് ചെയ്യണം. അപ്പൊ C1 അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി R1, R2, R3യുടെ മീൻ എടുക്കുക. R1, R2, R3യുടെ എന്തെടുക്കുക, മീൻ എടുക്കുക. മീൻ എടുക്കുമ്പോൾ നമുക്ക് 1.83യും 2.33യും കിട്ടും. അതായത് എക്സ് വാല്യൂസ് ബൈ നമ്പർ ഓഫ് കൗണ്ട്, y വാല്യൂസ് ബൈ നമ്പർ. അപ്പൊ x വാല്യൂസ് ബൈ 3, y വാല്യൂസ് ബൈ എത്രയാണ് 3. അപ്പൊ നമുക്ക് എക്സിന്റെ ഒരു വാല്യൂയും കിട്ടും, വൈന്റെ ഒരു വാല്യൂ കിട്ടും. ഇതാണ് നമ്മളുടെ C1ന്റെ പുതിയ സെൻട്രോയിഡ്. അടുത്ത C2ന്റെ സെൻട്രോയിഡ് എന്ന് പറയുന്നത് അവിടെ 4 വാല്യൂസ് ഉണ്ട്. അപ്പൊ 4 വാല്യൂസിന്റെ എക്സിന്റെ മീനും വൈയുടെ മീനുമാണ്. അപ്പൊ നമുക്ക് C2ന്റെ എക്സും വൈയും കിട്ടും. അപ്പൊ അത് സെക്കൻഡ് സെൻട്രോയിഡ്, C2ന്റെ സെൻട്രോയിഡ്. ഇനി ഈ സെൻട്രോയിഡ് വെച്ചിട്ട് വീണ്ടും ഇതേ പ്രോസസ് ഐട്രേഷൻ ചെയ്യുക. R1ലോട്ട് കണ്ടുപിടിക്കുക. R1ലോട്ട് കണ്ടുപിടിക്കുമ്പോൾ അഗെയിൻ C1 ആണ് ഏറ്റവും കുറവ് ഡിസ്റ്റൻസ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, C1ലോട്ട് കൊണ്ടുവച്ചു. അടുത്ത് C2 ആണ് ഡിസ്റ്റൻസ് കുറവ്. അടുത്ത് C1നകത്ത് തന്നെയാണ് ഡിസ്റ്റൻസ് കുറവ്. വീണ്ടും C1നകത്ത് കൊണ്ടുവച്ചു. അടുത്ത് R3 എടുക്കുക. R3 എടുക്കുമ്പോഴത്തേക്കും അഗെയിൻ എന്ത് വന്നു, R3 എടുക്കുമ്പോൾ അവിടെ ഒരു ചേഞ്ച് വന്നു. ചേഞ്ച് വന്നപ്പോഴത്തേക്കും നമ്മൾ എന്ത് ചെയ്യണം, ഇതേ ഐട്രേഷൻ നോക്കുമ്പോഴത്തേക്കും R3 മുന്നേ ഉള്ള ഐട്രേഷനിൽ C1ലായിരുന്നു, ഇവിടെ വന്നപ്പോൾ C2ലായി. അങ്ങനെ C1ൽ 2 ക്ലസ്റ്ററും C2ല് 5 ക്ലസ്റ്ററുമായിട്ട് മാറി. അപ്പൊ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, ഐട്രേഷൻ ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, വീണ്ടും സെൻട്രോയിഡ് കണ്ടുപിടിക്കുകയാണ്. സെൻട്രോയിഡ് കണ്ടുപിടിക്കുമ്പോഴത്തേക്കും 1.25 എന്നും 1.5 എന്നും C1ഉം, C2 3.9, 5.1 എന്നും വന്നു. ഇപ്പോൾ നിങ്ങൾ മറ്റേ വലിയ വാല്യൂ കൊടുത്താലും നമുക്ക് ക്ലസ്റ്റർ കറക്റ്റ് ആയിട്ട് കിട്ടത്തില്ല. അപ്പൊ നമുക്ക് എഗെയിൻ ഐട്രേഷൻ ചെയ്യേണ്ടി വരും. അപ്പോൾ ലോവർ വാല്യൂ കൊടുത്തിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഞാൻ മുന്നേ പറഞ്ഞില്ലേ സെയിം വാല്യൂസ് വരുമ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളത്. അപ്പൊ വീണ്ടും നമ്മൾ എഗെയിൻ എന്ത് ചെയ്യേണ്ട ആവശ്യമുണ്ട്, ഇവിടെ ക്ലസ്റ്റർ ചെയ്യേണ്ട ആവശ്യമുണ്ട് അല്ലേ. വീണ്ടും നമ്മൾ ക്ലസ്റ്റർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പൊ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ വീണ്ടും അടുത്ത ഐട്രേഷൻ എടുക്കും. അപ്പൊ അതിനുവേണ്ടി പുതിയ സെൻട്രോയിഡ് ഫൈൻഡ് ചെയ്യും. അതിനുശേഷം അടുത്ത ഐട്രേഷനിലോട്ട് കടന്ന് എപ്പോഴാണോ പ്രീവിയസ് ആയിട്ടുള്ള ക്ലസ്റ്ററിങ് നമ്പേഴ്സിലോട്ട് എത്തുന്നത്, സെയിം ആകുന്നത്, അതുവരെ ഈ ഒരു പ്രോസസ്സ് നടക്കും. ഓക്കെ, താങ്ക് യു.